സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്ക് പുതുവത്സരാശംസകൾ. നോവൽ തുടരുന്നു. കൂറ്റൻ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ചെന്ന് ഓട്ടോ നിന്നു. പ്രസന്ന ഭയത്തോടെ വണ്ടിയിൽ നിന്നിറങ്ങി. 30 രൂപ ചോദിക്കാതെ തന്നെ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന ചെറിയ പേഴ്സിൽ നിന്ന് അവൾ രൂപയെടുത്ത് അയാൾക്ക് കൊടുത്തു. ജയമോഹൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. മുൻവശത്ത് കണ്ണാടി വാതിലുണ്ട്. അതുവഴി ഉള്ളിലേക്ക് കയറണം. വലിയ ഒരു ഹാളിലേക്കാണ് ചെല്ലുന്നത്. ഇടതുവശത്ത് 4-5 ഗ്ലാസ് ക്യാബിനുകളുണ്ട്. അതിനോട് ചേർന്ന കൗണ്ടറുകളും. ആദ്യത്തേത് ന്യൂ രജിസ്ട്രേഷനാണ്. അവിടെ ചെന്ന് പുതിയ ഫയൽ എടുക്കണം. പേരും മറ്റു വിവരങ്ങളും പറഞ്ഞു കൊടുക്കണം. ഡോക്ടർ സന്തോഷിനെ കാണാനാണെന്ന് പറയണം. പ്രസന്ന വലിയ കണ്ണാടി വാതിൽ വഴി ഹാളിലേക്ക് കയറി ചെന്നു. അവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള കോണിപ്പടി. തൊട്ടടുത്ത് ലിഫ്റ്റ്. ജയമോഹൻ പറഞ്ഞതുപോലെ ഇടതുവശത്ത് 4-5 കൗണ്ടറുകൾ. ന്യൂ രജിസ്ട്രേഷൻ, റീവിസിറ്റ്, ബിൽ പേയ്മെൻറ്റ്. ന്യൂ രജിസ്ട്രേഷൻ കൗണ്ടറിൽ 2-3 പേർ ക്യൂ നിൽക്കുന്നു. പ്രസന്ന അവരുടെ പിന്നിൽ ചെന്ന് നിന്നു. അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ഭീതി ഏറി വന്നു. ജയമോഹൻ സർ പറഞ്ഞതുപോലെ അത്ര നിസ്സാരമായിരിക്കുമോ കാര്യങ്ങൾ? ഒരു ഇഞ്ചക്ഷൻ തരും. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. പീരീഡ് ഉണ്ടാകുന്നത് പോലെ ഒരു സംഭവം നടക്കും. അത്രയേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോകാം. ക്യൂവിലെ 2 പേരും പോയി. പേരെന്താണ്? കൗണ്ടറിൽ ഉണ്ടായിരുന്ന യൂണിഫോം ധരിച്ച പെണ്ണ് ചോദിച്ചു. പ്രസന്ന. വയസ്സ് 22. ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്? സന്തോഷ് ഡോക്ടർ. ഗൈനക്കോളജിസ്റ്റ് അല്ലേ? അതെ. 120 രൂപ. ജയമോഹൻ ആവശ്യത്തിന് പണം കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രസന്ന പേഴ്സിൽ നിന്ന് രൂപ എടുത്തു കൊടുത്തു. പ്രസന്നയുടെ പേരും നമ്പറും പ്രിന്റ് ചെയ്ത ഒരു കാർഡ് അവൾക്ക് കിട്ടി. ഇത് OP കാർഡാണ്. ഇനി വരുമ്പോൾ ഈ കാർഡും കൊണ്ടുവരണം. പ്രസന്ന തലകുലുക്കി. നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ഫസ്റ്റ് ഫ്ലോറില ഡോക്ടർ സന്തോഷിൻ്റെ കൺസൾട്ടിംഗ് റൂം. അതായത് 1ാമത്തെ നിലയിൽ. ലിഫ്റ്റ് വഴിയും പോകാം, സ്റ്റെയർകേഴ്സ് വഴിയും പോകാം. പ്രസന്ന ലിഫ്റ്റിന് കാത്തു നിന്നില്ല. അവൾക്ക് പേടിയായിരുന്നു അതിൽ കയറാൻ. പടികൾ കയറി അവൾ 1ാമത്തെ നിലയിലെത്തി. 4-5 ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ അവിടെയാണ് ഉണ്ടായിരുന്നത്. അവൾ ഡോക്ടർ സന്തോഷിൻ്റെ പേരെഴുതിയ ബോർഡ് നോക്കി ചെന്നു. ഡോക്ടർ സന്തോഷിൻ്റെ കൺസൾട്ടേഷൻ റൂമിൻ്റെ മുമ്പിൽ കുറേ കസേരകൾ ഉണ്ടായിരുന്നു. അതിൽ പകുതിയിലേറെ കസേരകളിൽ ആളുകളുണ്ടായിരുന്നു. അവർ TV കണ്ട് നിശബ്ദമായിരിക്കുന്നു. ഒരു ഒഴിഞ്ഞ കസേരയിൽ പ്രസന്നയിരുന്നു. അരമണിക്കൂറെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ അല്പനേരം കഴിഞ്ഞപ്പോൾ വെള്ളയും റോസും നിറത്തിലുള്ള യൂണിഫോം ധരിച്ച ഒരു പെൺകുട്ടി കൺസൾട്ടേഷൻ റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തിരിക്കുന്നവരെ ഒന്ന് നോക്കി. പ്രസന്ന വന്നിട്ടുണ്ടോ? അവൾ ചോദിച്ചു. ഉണ്ട്. പ്രസന്ന പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. ഡോക്ടർ വിളിക്കുന്നു. അവളുടെ ഉള്ളൊന്നാളി. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ വേദനിക്കുകയില്ലായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് എല്ലാം പൊട്ടിയൊലിച്ചു പോകുമ്പോൾ. പ്രസന്ന കൺസൾട്ടേഷൻ റൂമിലേക്ക് കയറി ചെന്നു. ഡോക്ടർ സന്തോഷ് കണ്ണടയ്ക്കുള്ളിലൂടെ അവളെ ഒന്ന് നോക്കി. ഡോക്ടർ ഇത്ര ചെറുപ്പക്കാരനായിരിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല. പ്രസന്നയല്ലേ? ഡോക്ടർ ചോദിച്ചു. അതെ. ജയമോഹൻ പറഞ്ഞയച്ച. അവൾ തലകുലുക്കി. എത്ര നാളായി അവിടെ ജോലി ചെയ്യുന്നു? 6 മാസമാകുന്നു. അടുത്താണോ ഇയാളുടെ വീട്? അതെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും അനുജത്തിയും. കൂടെ ആരാ വന്നിട്ടുള്ളത്? തനിച്ചാ വന്നത്? കൂടെ ആരെങ്കിലും വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ജയമോഹനോട്. അവൾ മിണ്ടിയില്ല. അമ്മയ്ക്ക് നടക്കാറായിട്ടില്ല. അമ്മയോ ശാലിനിയോ ഇക്കാര്യം വല്ലതും അറിഞ്ഞാൽ? എന്തായാലും ഇന്നൊന്നും നടക്കത്തില്ല. അത് പറയാനാ ഞാൻ ഉടൻ തന്നെ വിളിപ്പിച്ചേ. എനിക്കിന്ന് രാവിലെ 2 എമർജൻസി സർജറി ഉണ്ട്. നാളെയോ മറ്റന്നാളോ വന്നാൽ മതി. ഏതെങ്കിലും സ്ത്രീയെ കൂടെ കൊണ്ടുവരണം കേട്ടോ. പോയിക്കോ, ഞാൻ അവനെ വിളിച്ചോളാം. പെൺകുട്ടി വാതിൽ തുറന്നു കൊടുത്തു. പ്രസന്ന വെളിയിലേക്ക് ഇറങ്ങി. തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ കൂടെ ആരെ കൊണ്ടുവരും? അയൽക്കാരെയോ കൂട്ടുകാരികളെയോ കൊണ്ടുവരാൻ പറ്റുമോ? നാട്ടിൽ മുഴുവൻ പാട്ടാകും. അവൾ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് കടന്ന് വെളിയിലെത്തി. ഓട്ടോ സ്റ്റാൻഡിൽ വരിയായി വണ്ടികൾ കിടപ്പുണ്ടായിരുന്നു. ഏറ്റവും മുന്നിലുള്ള വണ്ടിയിൽ കയറി അവൾ ഇരുന്നു. എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് അവൾക്കൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. ഓട്ടോയുടെ കുലുക്കം അവൾ അറിഞ്ഞില്ല. പുറത്തെ കാഴ്ചകൾ അവൾ കണ്ടില്ല. കാവുങ്കൽ വീടിൻ്റെ ഗേറ്റിന് വെളിയിൽ ചെന്ന് ഓട്ടോ നിന്നു. ഇതല്ലേ വീട്? അവൾ ഓട്ടോയിൽ നിന്നിറങ്ങി.
പേഴ്സിൽ നിന്ന് പണമെടുത്ത് കൊടുത്തു. ഗേറ്റ് തുറന്ന് മുറ്റം മുറിച്ചു കടന്ന് ചെന്നപ്പോൾ മുൻവാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. ജയമോഹൻ ഇന്ന് ലീവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിറ്റൗട്ടിലേക്കുള്ള പടികൾ കയറും മുമ്പ് ചെരുപ്പ് ഊരാൻ തുടങ്ങിയപ്പോഴാണ് 2 ലേഡീസ് ചെരുപ്പുകൾ അവിടെ കിടക്കുന്നത് അവളുടെ കണ്ണിൽപ്പെട്ടത്. ആരാണ്? അവൾ ഒന്ന് മടിച്ചു നിന്നു. ദീപ്തി അപ്പോൾ ജയമോഹന്റെ കിടപ്പുമുറിയിൽ ഉണ്ടായിരുന്നു. അവൾ വസ്ത്രങ്ങൾ ഓരോന്നായി ധരിക്കുകയായിരുന്നു. ജയമോഹൻ ബാത്റൂമിന്റെ വാതിൽ തുറന്ന് മുറിയിലേക്ക് വന്നപ്പോൾ അവൾ പെട്ടെന്ന് പുറംതിരിഞ്ഞു നിന്നു. നീ എങ്ങനെയാണ് വന്നത്? അയാൾ ചോദിച്ചു. ഓട്ടോയിൽ. ഞാൻ കൊണ്ടുചെന്ന് വിടാം. വേണ്ട, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് സാരമില്ല, മുടിയൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുക. ചീകി വെച്ചിട്ട് പോയാൽ മതി. വാനിറ്റി ബാഗിൽ ചീർപ്പും ചെറിയ കണ്ണാടിയും ക്രീമും അതുപോലുള്ള ചില സാധനങ്ങളും ഉണ്ടായിരുന്നു. ചീർപ്പെടുത്ത് അവൾ മുടി ചീകി. എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ? അവൾ ഭയത്തോടെ അയാളെ നോക്കി. അയാൾ ഒന്ന് പുഞ്ചിരിച്ചു. കുഴപ്പമുണ്ടാകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ 2-3 തവണ കൂടി വരേണ്ടി വരും. പെട്ടെന്നാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. ദീപ്തി ഞെട്ടിപ്പോയി. ആരാണ്? ഏയ്, അത് പോസ്റ്റ്മാൻ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ് കൊണ്ടുവന്നതായിരിക്കും, അയാൾ നിസ്സാരമട്ടിൽ പറഞ്ഞു. അച്ഛനും അമ്മയും? അവർ വരാൻ വൈകും. നീ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ജയമോഹൻ ഷർട്ടെടുത്ത് ധരിച്ച് ബട്ടണുകൾ ഇട്ടുകൊണ്ട് കോണിപ്പടികൾ ഇറങ്ങിച്ചെന്നു. മുൻവാതിൽ തുറന്നപ്പോൾ പ്രസന്ന നിൽക്കുന്നു. അവളെ കണ്ട് അയാൾ ഒന്ന് പകച്ചു. ഇത്ര നേരത്തെ? ഒന്നും നടന്നില്ല, അവൾ പറഞ്ഞു. അതെന്താ? ഡോക്ടർക്കിന്ന് അത്യാവശ്യമായി 2 ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. തന്നെയുമല്ല, കൂടെ സ്ത്രീകളായിട്ട് ആരെങ്കിലും വേണമെന്നും പറഞ്ഞു. ഛേ, അയാൾക്ക് നിരാശയായി. ഞാൻ ആരെ കൊണ്ടുപോകാനാ? നമുക്ക് ആലോചിക്കാം, നീ ചെല്ല്. പ്രസന്ന അവളുടെ മുറിയിലേക്ക് പോയി. അയാൾ മുകളിലേക്ക് ചെന്നു. ഉത്കണ്ഠയോടെ ദീപ്തി അയാളെ നോക്കി. ഇവിടത്തെ സെർവൻ്റ് ആയിരുന്നു. സാരമില്ല, നീ പോയിക്കോ. എന്നെ കാണത്തില്ല, കണ്ടാലും ഒന്നുമില്ല. ജയമോഹനോടൊപ്പം അവൾ മുറിയിൽ നിന്നിറങ്ങി. അയാൾ മുന്നിലും അവൾ പിന്നിലുമായിട്ടാണ് കോണിപ്പടി ഇറങ്ങി താഴെ വന്നത്. തനിച്ചു പോകാമോ? അയാൾ ചോദിച്ചു. നീ പേടിക്കേണ്ട, ഇത് നമ്മുടെ മാത്രം സ്വകാര്യം. ഒടുവിൽ വാക്കുമാറരുത്, അവൾ പറഞ്ഞു. ഞാൻ ആരോടും പറയില്ല ദീപ്തി. അതല്ല, എന്നെ കബളിപ്പിച്ച് ലണ്ടനിലേക്ക് പോയി കളയരുത്, അവൾ പേടിയോടെ പറഞ്ഞു. പോവുകയില്ല, ഉറപ്പ്. നിനക്ക് വേണ്ടിയല്ലേ ഞാനിതെല്ലാം. പക്ഷേ ആ ഓർമ്മ നിനക്ക് എപ്പോഴും ഉണ്ടാവണം. അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് പിടികിട്ടി. ഒന്നും മിണ്ടാതെ അവൾ പുറത്തേക്ക് നടന്നു. വാതിലടച്ചിട്ട് ജയമോഹൻ പിന്തിരിഞ്ഞപ്പോൾ അയാളെ നോക്കി പ്രസന്ന നിൽപ്പുണ്ടായിരുന്നു. ആരാ അവൾ? പ്രസന്നയുടെ ചോദ്യം അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ സ്റ്റുഡൻറ്റാ, നാളെ അവസാനത്തെ പരീക്ഷയാ. ചില സംശയങ്ങൾ ചോദിക്കാൻ വന്നതാ, ക്ഷമയോടെ അയാൾ പറഞ്ഞു. ബെഡ്റൂമിൽ കൊണ്ടുചെന്ന് ശിഷ്യയെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ നശിപ്പിച്ചത് പോരാഞ്ഞിട്ടാണോ? എന്തു പറഞ്ഞിടി നീ? അയാൾ അവളുടെ കവിള താഞ്ഞടിച്ചു. പ്രസന്ന വേദന കൊണ്ട് പൊളഞ്ഞുപോയി. എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് കേട്ടോ. ദഹിപ്പിക്കുന്ന മട്ടിൽ അവളെ ഒന്ന് നോക്കിയിട്ട് അയാൾ കോണിപ്പടി കയറി മുകളിലോട്ട് പോയി. ഇതങ്ങനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, അവൾ തീരുമാനിച്ചു. അവസാന ദിവസത്തെ പരീക്ഷയും കഴിഞ്ഞ് ഹാളിൽ നിന്നിറങ്ങിയപ്പോൾ മഞ്ജരി തൃപ്തിയായിരുന്നു. പ്രതീക്ഷിച്ചതിലേറെ ഭംഗിയായി എല്ലാ പരീക്ഷകളും എഴുതാൻ കഴിഞ്ഞു. ബാക്കി എല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ. കുട്ടികൾ ചെറു സംഘങ്ങളായി നിന്നുകൊണ്ട് പരീക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഷെറിനും ഇന്ദുബാലയും കവിതയും ജഗനും അരുണും ആരതിയും. എനിക്ക് കഷ്ടിച്ച് ഒരു ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പപ്പ എന്നെ കൊല്ലും, ഷെറിൻ പറഞ്ഞു. അതെ, ആളുകൾ ചോദിക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് പറയാമല്ലോ, മാർക്ക് എത്രയുണ്ടെന്ന് നമുക്കല്ലേ അറിയൂ, ജഗൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിച്ചു. മഞ്ജരിക്ക് റാങ്ക് കിട്ടും, അതെനിക്കുറപ്പാ, അവളെ കണ്ട് ആരതി പറഞ്ഞു. അവൾ വെറുതെ ചിരിച്ചതേയുള്ളൂ. ഇനി കല്യാണത്തിന് എത്ര ദിവസം? 7 സുന്ദര രാത്രികൾ പാടാൻ സമയമായോ? കവിത ചോദിച്ചു. തലേന്നേ ഞങ്ങളെല്ലാവരും വരും. എന്തായാലും ജയമോഹൻ സാറിൻ്റെ ഒരു ഭാഗ്യമേ. ക്ലാസ്സിലെ ഏറ്റവും മിടുക്കിയായ കുട്ടി, ഏറ്റവും സുന്ദരിയായ കുട്ടി ഭാര്യയായി വരികയാന്ന് വെച്ചാൽ, ജീവൻ പറഞ്ഞു. മഞ്ജരി കണ്ണുകൾ കൊണ്ട് ദീപ്തിയെ തെരഞ്ഞു. ജയമോഹൻ സാറുമായുള്ള തൻ്റെ കല്യാണം നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവളാണല്ലോ. നോക്കിയപ്പോൾ അവൾ ജയമോഹൻ്റെ റൂമിൽ നിന്നിറങ്ങി വരുന്നു. മഞ്ജരിയെ കണ്ടെങ്കിലും കാണാത്ത ഭാവത്തിൽ പോകാൻ അവൾ ഒരു ശ്രമം നടത്തി. ദീപ്തി. പക്ഷേ മഞ്ജരി ഉറക്കെ വിളിച്ചു.
അവൾ അറിയാതെ നിന്നുപോയി. മഞ്ജരി അടുത്തേക്ക് ചെന്നു. ജയമോഹൻ സാർ എന്തു പറഞ്ഞു നിന്നോട്? മഞ്ജരി ചോദിച്ചു. എന്തു പറയാൻ, എക്സാമിന്റെ കാര്യം ചോദിക്കാൻ സാർ വിളിപ്പിച്ചതാ. ദീപ്തിയുടെ മുഖം വിളറിയത് അവൾ കണ്ടു. കല്യാണത്തിന് നീ തലേന്നീ വീട്ടിൽ വരുമോ? വരും. വരുമെന്ന് എനിക്കറിയാം. കാരണം ജയമോഹൻ സാറിനെയും എന്നെയും തമ്മിൽ കൂട്ടിക്കെട്ടാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് നീയാണല്ലോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതല്ലേ സത്യം. ബാലുവേട്ടനെ കിട്ടാൻ നീ എന്ത് ത്യാഗവും സഹിക്കുമെന്ന് എനിക്കറിയാം. നിനക്ക് നന്മ വരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഇന്നലെ ജയമോഹൻ സാർ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഞെട്ടലോടെ ദീപ്തി ചോദിച്ചു. ലണ്ടനിലേക്ക് പോകാനുള്ള സ്കോളർഷിപ്പ് വേണ്ടെന്ന് വെച്ചു. അതിലും വിലപ്പെട്ടത് ഞാനാണെന്ന് പറഞ്ഞു. സാർ എന്നോടും അക്കാര്യം ഇപ്പോൾ പറഞ്ഞു. നീയാണ് മഞ്ജരി ഭാഗ്യവതി. അതെ, ജയമോഹൻ സാറിനെ പോലൊരു ഭർത്താവിനെ ലോകത്തൊരു പെണ്ണിനും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊരു മിടുക്കനാണ്. എന്തെല്ലാം കഴിവുകളാണ്. ആഗ്രഹിക്കുന്നതൊക്കെ കൈപ്പടിയിലാക്കാൻ ജയമോഹൻ സാറിനെ പോലെ സമർത്ഥനായ വേറെ ആരുണ്ട്? ദീപ്തി അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. എന്തുദ്ദേശിച്ചാണ് അവൾ അങ്ങനെയൊക്കെ പറയുന്നത്? ശരി, നീ പൊയ്ക്കോ. ദീപ്തി പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പരീക്ഷ നന്നായിരുന്നോ മോളെ? മഞ്ജരി വീട്ടിലെത്തിയപ്പോൾ വിലാസിനി ചോദിച്ചു. എളുപ്പമായിരുന്നു വലിയമ്മേ. സന്തോഷമായി മോളെ. നല്ലത് മാത്രമേ ദൈവം നിനക്ക് വരുത്തൂ. വാ, ചായ തരാം. രാജലക്ഷ്മിയും രാധാകൃഷ്ണനും കല്യാണം ക്ഷണിക്കാൻ പോയിട്ട് തിരിച്ചു വന്നിരുന്നില്ല. ചായ കുടിച്ചിട്ട് മഞ്ജരി അവളുടെ മുറിയിലേക്ക് ചെന്നു. പരീക്ഷയുടെ ഭാരം തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി പുസ്തകങ്ങളും ബുക്കുകളും എടുത്ത് അലമാരയിൽ വയ്ക്കാം. മനസ്സിൽ ഇനി ഒരേ ഒരു വേവലാതി മാത്രമേ ഉള്ളൂ. അവൾ മൊബൈൽ എടുത്തുകൊണ്ട് കസേരയിലിരുന്നു. എന്നിട്ട് ബാലഭാസ്കറിന്റെ നമ്പർ എടുത്ത് വിളിച്ചു. മഞ്ജരി. ഉടൻ തന്നെ അയാൾ കോൾ എടുത്തു. ബാലുവേട്ടൻ എവിടാണിപ്പോൾ? അവൾ തിരക്കി. ഓഫീസിലാണ്. തിരക്കുണ്ടെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. അല്ല, ഞാൻ ഫ്രീയാണ്. എനിക്ക് ബാലുവേട്ടനെ ഒന്ന് കാണണം. എപ്പോഴാണ്? എന്തിനാ മഞ്ജരി? സംസാരിക്കാനുണ്ട്. അവൾ പറഞ്ഞു. പറയൂ, ഞാൻ കേൾക്കാം. അതുപോരാ, നേരിൽ കാണണം എനിക്ക്. മനസ്സിലെ വിഷമങ്ങൾ വേറെ ആരോടും പറയാൻ പറ്റില്ല എനിക്ക്. നാളെ ഞാൻ വീട്ടിലേക്ക് വരട്ടെ? അവൾ ചോദിച്ചു. നാളെ എപ്പോൾ? രാവിലെ 10 മണി കഴിഞ്ഞ്. ഓ, ബാലുവേട്ടന് രാവിലെ ഓഫീസിൽ പോണമല്ലോ. അത് സാരമില്ല. ലേറ്റായി പോയാലും മതി എനിക്ക്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം, അയാൾ പറഞ്ഞു. അത് വേണ്ട ബാലുവേട്ട. അച്ഛനും അമ്മയും കല്യാണം ക്ഷണിക്കാൻ രാവിലെ പോകും. പക്ഷേ വലിയമ്മയുണ്ടല്ലോ ഇവിടെ. നമ്മൾ തമ്മിൽ ഇനി കാണുന്നത് വലിയമ്മ നിരുത്സാഹപ്പെടുത്തും. അത് തന്നെയാണ് എൻ്റെയും പ്രശ്നം. രാവിലെ അമ്മ സ്കൂളിലേക്ക് പോകും, അച്ഛൻ ഓഫീസിലേക്കും. പിന്നെ വീട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടാവൂ. നീ വിവാഹം നിശ്ചയിച്ച പെണ്ണാണ്. ഒരു പുരുഷൻ മാത്രമുള്ള വീട്ടിലേക്ക് നീ പോകുന്നത് ശരിയല്ല, അയാൾ എതിർത്തു. പക്ഷേ എനിക്ക് ബാലുവേട്ടനെ പേടിയില്ല. നാട്ടുകാരെ നമ്മൾ പേടിക്കണം. എനിക്ക് ബാലുവേട്ടനെ കണ്ടേ തീരൂ. ഞാൻ വരും. 10 മണി കഴിഞ്ഞ് ബാലുവേട്ടൻ അവിടെ ഉണ്ടാവണം. അയാൾക്ക് കൂടുതലൊന്നും പറയാൻ അവസരം കൊടുക്കാതെ അവൾ കോൾ കട്ട് ചെയ്തു. തിരിച്ചു വിളിച്ചാലോ എന്ന് ഭയന്ന് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി. പിറ്റേന്ന് രാവിലെ 10 മണി കഴിഞ്ഞപ്പോൾ ആതിരയുടെ വീട്ടിലൊന്ന് പോയിട്ട് വരാം എന്ന് വിലാസിനിയോട് പറഞ്ഞിട്ട് മഞ്ജരി ഇറങ്ങി. അവൾ ചെന്നപ്പോൾ വീട്ടിൽ ബാലഭാസ്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് നിനക്ക് എന്നോട് സംസാരിക്കാനുള്ളത്? കണ്ടപ്പോൾ തന്നെ അയാൾ അവളോട് ചോദിച്ചു. ജയമോഹൻ സാറിനെ കുറിച്ച് ഓരോ ദിവസവും ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക ബാലുവേട്ട. എല്ലാം നെഗറ്റീവായ കാര്യങ്ങൾ. അയാളുടെ ജീവിതത്തിലൂടെ ധാരാളം സ്ത്രീകൾ കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട്. എണ്ണം കൂട്ടാനായി നീയും ചെല്ലുന്നു അല്ലേ? പരിഹാസത്തോടെ ബാലഭാസ്കർ ചോദിച്ചു. ബാലുവേട്ട. വേദനയോടെ അവൾ നോക്കി. നീ ഒരു കാളസർപ്പത്തെ എടുത്ത് കഴുത്തിലിടാനാണ് മഞ്ജരി ശ്രമിക്കുന്നത്. നിന്നോട് ഞാൻ എത്രയോ തവണ പറഞ്ഞതാ അയാളെ ഒഴിവാക്കാൻ. പക്ഷേ നീ കേട്ടില്ല. ഇനിയെങ്കിലും വൈകിപ്പോയിട്ടില്ല മഞ്ജരി, അയാൾ പറഞ്ഞു. ഇല്ല ബാലുവേട്ട, മനസ്സാലെയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഇനിയൊരു മടങ്ങിപ്പോക്കില്ല. അവൾ ഉറച്ചു നിന്നു. പരിശുദ്ധമായ നിന്റെ മനസ്സും ശരീരവും ആ കാർക്കുടകന് അടിയറവ് വയ്ക്കാൻ തന്നെയാണോ മഞ്ജരി നിന്റെ തീരുമാനം? ഹൃദയവിലാപത്തോടെ ബാലഭാസ്കർ ചോദിച്ചു. എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കാൻ തന്നെയാണ് ബാലുവേട്ട ഈ മഞ്ജരിയുടെ ലക്ഷ്യം, ജയമോഹൻ സാറിൻ്റെതടക്കം. മഞ്ജരി ഒന്ന് ചിരിച്ചു. ഒന്നും മനസ്സിലാകാതെ ബാലഭാസ്കർ അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. എന്ത് കണക്കൂട്ടലുകൾ മഞ്ജരി?
സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം, ബാലഭാസ്കർ പറഞ്ഞു. എന്ത് സംഭവിക്കുമെന്നാണ് ബാലുവേട്ടൻ്റെ വിചാരം? അവൾ ചോദിച്ചു. അയാളുടെ ഭാര്യയായി നീ ആ വീട്ടിൽ താമസിക്കും. അയാളുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. അയാൾ നിന്നെ പുറത്തേക്കൊന്ന് വിടുക പോലുമില്ല. എന്നെക്കുറിച്ച് അങ്ങനെയാണോ ബാലുവേട്ടൻ്റെ ധാരണ? മുറിപ്പെട്ട മനസ്സോടെ അവൾ അയാളെ നോക്കി. സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നീ MSc ഫസ്റ്റ് റാങ്കോടെ പാസ്സായാലും അയാൾ നിന്നെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വിടില്ല. വെറും വീട്ടമ്മയായി തന്നെ നിനക്ക് ജീവിക്കേണ്ടി വരും. എനിക്കൊരു വ്യക്തിത്വമുണ്ട് ബാലുവേട്ട. അതാർക്കും ഞാൻ അടിയറവ് വെക്കില്ല, എൻ്റെ ഭർത്താവിന് പോലും. പിന്നെ എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അഥവാ എൻ്റെ ചുവട് പിഴച്ചു പോയാലും ഞാൻ തളർന്നു വീഴില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. രണ്ടുപേരും ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കി അല്പനേരം നിന്നു. ബാലുവേട്ടനെ എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോവുകയാണല്ലോ എന്ന സത്യം ഓർമ്മ വന്നപ്പോൾ ഹൃദയം നുറങ്ങുന്ന വേദന മഞ്ജരിക്ക് അനുഭവപ്പെട്ടു. ഇനി ബാലുവേട്ടൻ അന്യനാണ്. കുറേ നാൾ കൂടി കഴിഞ്ഞാൽ ബാലുവേട്ടനെ ദീപ്തി സ്വന്തമാക്കും. അതോടെ ബാലുവേട്ടൻ തനിക്ക് ആരുമല്ലാതായി തീരും. നീ എന്താണ് ആലോചിക്കുന്നത്? എൻ്റെ സ്ഥാനത്ത് ദീപ്തിയെ കാണാൻ ബാലുവേട്ടൻ ഒരിക്കലും കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അവളെ വെറുക്കരുത്. അവൾ ബാലുവേട്ടനെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എനിക്കതിന് സാധിക്കില്ല. അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ വേണ്ടി മാത്രം ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടും. എൻ്റെ ഭാര്യയാവാൻ ആഗ്രഹിക്കരുതായിരുന്നു എന്ന് പിന്നീട് അവൾക്ക് ബോധ്യപ്പെടും. ഹൃദയം എന്നൊരു സാധനം അവൾക്കുണ്ടെങ്കിൽ അപ്പോൾ അവൾ പശ്ചാത്തപിക്കും. അതോടൊപ്പം ബാലുവേട്ടൻ്റെ ജീവിതം കൂടിയാണ് താറുമാറാകാൻ പോകുന്നത്. അത് മറക്കരുത്. ബാലുവേട്ടൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം, മഞ്ജരി പറഞ്ഞു. നിന്നെ സന്തോഷത്തോടെ കാണാൻ എനിക്ക് ആഗ്രഹമില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? അയാളുടെ ചോദ്യത്തിന് മറുപടിയില്ലാതെ അവൾ നിന്നു. ഞാൻ പോവുക ബാലുവേട്ട. ആതിരയുടെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത്. ഇനി അവളെ കാണാൻ പോകാൻ സമയമില്ല, മഞ്ജരി പറഞ്ഞു. കല്യാണത്തിന് ഇനി ഒരാഴ്ച മാത്രം. നമ്മൾ തമ്മിൽ ഇനി കാണാൻ സാധ്യതയില്ല. ഇത് അവസാനത്തെ കൂടിക്കാഴ്ചയാ. എന്തായാലും നീ വന്നല്ലോ, അത്രയും സന്തോഷം. കല്യാണത്തിന് വരില്ലേ ബാലുവേട്ടൻ? ഇല്ല. അതെന്താ? നിന്റെ ആത്മഹത്യയാണത്. അത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് എനിക്കില്ല. അവളുടെ കണ്ണുകൾ നനഞ്ഞു. ഞാൻ പോകട്ടെ ബാലുവേട്ട. ബാലഭാസ്കർ പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ചു. അവൾ അയാളുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് പൊട്ടിക്കരഞ്ഞു. അയാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ അടർന്ന് അവളുടെ ശിരസിലേക്ക് വീണു. നീ പൊയ്ക്കോ മഞ്ജരി. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ കാത്തിരിക്കും, നീ വരുവോളം. ബാലഭാസ്കർ അവളെ സ്വതന്ത്രയാക്കി. കണ്ണീർ തുടച്ച് അയാളെ വേദനയോടെ ഒന്ന് നോക്കിയിട്ട് അവൾ പുറത്തേക്ക് നടന്നു. തൻ്റെ ഹൃദയമാണ് ആ ഇറങ്ങിപ്പോകുന്നതെന്ന് അയാൾക്ക് തോന്നി. ഒരു സ്വപ്നാടകയെപ്പോലെയാണ് മഞ്ജരി വീട്ടിലേക്ക് സ്കൂട്ടർ ഓടിച്ചത്. റോഡ് അവൾ കണ്ടില്ല. എതിരെ വന്ന വാഹനങ്ങളെ കണ്ടില്ല. കാൽനട യാത്രക്കാരെ കണ്ടില്ല. ഏതോ ഒരു ശക്തി അവളെ വീട്ടിൽ കൊണ്ടുചെന്നെത്തിച്ചു. അവൾ ചെന്നപ്പോൾ വിലാസിനി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവർ അവളുടെ മുഖം ശ്രദ്ധിച്ചു. പോയിട്ട് ആതിരയെ കണ്ടോ? വിലാസിനി ചോദിച്ചു. കണ്ടു. വീട്ടിലുണ്ടായിരുന്നോ അവൾ? കൂടുതൽ കള്ളം പറയാൻ പേടിച്ച് അവൾ സ്വന്തം മുറിയിലേക്ക് വേഗം നടന്നു. പക്ഷേ വിലാസിനി പിന്നാലെ ചെന്നു. മോളെ. അവൾ പെട്ടെന്ന് നിന്നു. നീ ആരെ കാണാനാണ് പോയത്? മഞ്ജരിക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. നീ പോയി അല്പനേരം കഴിഞ്ഞപ്പോൾ ആതിര ഇവിടെ വന്നു. നീ അവിടെ ചെന്നിട്ടില്ലെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ഏതോ കൂട്ടുകാരിയെ കാണാൻ നീ പോയിരിക്കുകയാണെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഇപ്പോഴാ അവൾ ഇവിടുന്ന് പോയേ. മഞ്ജരി മുഖം കുനിച്ചു നിന്നു. സാരമില്ല, അവസാനമായിട്ടൊന്ന് കാണാനും പലതും പറയാനും കരയാനും വലിയമ്മയ്ക്ക് മനസ്സിലാകും മോളെ. വിലാസിനിയുടെ തോളിൽ മുഖം ചേർത്ത് വെച്ച് മഞ്ജരി തേങ്ങിക്കരഞ്ഞു. പ്രഭാത ഭക്ഷണം അരിപ്പുട്ടും കടലക്കറിയുമായിരുന്നു. ഞാലിപ്പൂവൻ പഴവും ഉണ്ടായിരുന്നു. പ്രഭാകരൻ നായർ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുളി കഴിഞ്ഞ് ജയമോഹൻ കഴിക്കാൻ വന്നത്. നീ ഇന്ന് കോളേജിൽ പോണുണ്ടോ? പ്രഭാകരൻ നായർ ചോദിച്ചു. ജയമോഹൻ ഒന്ന് മൂളി. അപ്പോൾ എന്ന് മുതലാ ലീവ് എടുക്കുന്നേ? കല്യാണത്തിന് ഇനി വെറും 5 ദിവസമേ ഉള്ളൂ, നായർ ഓർമ്മിപ്പിച്ചു. കല്യാണത്തിന് മുമ്പ് എന്തിനാണച്ചാ ലീവ്? 2 ദിവസം മുമ്പേ ലീവ് എടുക്കാം, അത് മതി. ക്ഷണിക്കാനുള്ളവരെയെല്ലാം ക്ഷണിച്ചില്ലേ? ഓർമ്മയിൽ വന്നവരെയെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്നും കല്യാണത്തിന് വരണമെന്നില്ല. ചിലരൊക്കെ തലേന്ന് വന്നിട്ട് പോകും. തലേന്ന് വരുന്നവർക്കായി ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. കാറ്ററിംഗുകാരെ ഏർപ്പെടുത്തി കഴിഞ്ഞു.
നാളെ കഴിഞ്ഞ് മുറ്റത്ത് ഷാമിയാനിയിടാൻ ആള് വരും, ജയമോഹൻ പറഞ്ഞു. കല്യാണത്തിൻ്റെ ഏർപ്പാടുകളെക്കുറിച്ച് അച്ഛനും മകനും വിശദമായി സംസാരിച്ചു. കല്യാണ മണ്ഡപം ടൗണിൽ തന്നെ ആയതുകൊണ്ട് ലക്ഷറി ബസ് ഏർപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാവരും നേരെ അങ്ങോട്ട് വന്നോളും. കുറച്ച് കാറുകൾ തയ്യാറാക്കി നിർത്തിയാൽ മാത്രം മതി. കല്യാണത്തിന് 2 പൂമാലയ്ക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. തലേന്ന് വൈകുന്നേരം 7 മണിക്ക് കിട്ടും. ആരെയെങ്കിലും വിട്ട് വാങ്ങിപ്പിക്കണം. അന്ന് രാവിലെ കുറച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും വീട്ടിൽ വരും. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അതിനും കാറ്ററിംഗുകാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകിയിട്ട് ജയമോഹൻ മുകളിലേക്ക് പോയി. പ്രസന്ന അടുക്കളയിലുണ്ടെങ്കിലും അവളെ ഒന്നും കാണാൻ കിട്ടിയില്ല. അമ്മ അടുത്ത് തന്നെ കാണും. അപ്പോൾ അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അമ്മ അറിയാൻ പാടില്ലാത്ത കാര്യമല്ലേ സംസാരിക്കാനുള്ളത്. അമ്മയ്ക്ക് എന്തായാലും ഇതുവരെ സംശയമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ദിവസങ്ങളില്ല. ഇന്ന് തന്നെ പ്രസന്നയെ ഹോസ്പിറ്റലിലേക്ക് വിടണം. അതും കൂടി ഒന്ന് കഴിഞ്ഞു കിട്ടിയാലേ മനസ്സിനൊരു സന്തോഷമുണ്ടാകൂ. കോളേജിൽ പോകാനായി അയാൾ വേഷം ധരിക്കാൻ തുടങ്ങി. കുറേ ദിവസം ലീവ് എടുക്കണം. ഇപ്പോൾ നല്ല തണുപ്പ് സമയമാണ്. മഞ്ചരിയും കൊണ്ട് വാഗമൺ പോകാം, മൂന്നാറിലേക്ക് വേണ്ട. പെട്ടെന്ന് ചൂലുമായി പ്രസന്ന കയറി വന്നു. മുകളിലത്തെ മുറികൾ അടിച്ചു വാരാനെന്ന വ്യാജേന അവൾ വന്നതാണെന്ന് ജയമോഹന് മനസ്സിലായി. നിന്നെ വെളിയിലേക്ക് കണ്ടതേയില്ലല്ലോ, അയാൾ ലോഹ്യം പറഞ്ഞു. പകൽ വിളിച്ചത് എന്നെ കണ്ടിട്ട് എന്ത് ചെയ്യാനാ? മുന വെച്ച് അവൾ ചോദിച്ചു. നീ തമാശ പറയാൻ തുടങ്ങിയോ? ഇത് സീരിയസ് ആണ്. ഇന്ന് തന്നെ നീ ഹോസ്പിറ്റലിൽ ചെന്ന് സന്തോഷിനെ കാണണം, അയാൾ പറഞ്ഞു. ഒരു തവണ പോയതല്ലേ, എന്നിട്ട് വല്ലതും നടന്നോ? എനിക്ക് വയ്യ. അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്തു പറഞ്ഞ് ഞാൻ പോണം? അവളുടെ സംസാരം അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും തികട്ടി വന്ന കോപം അയാൾ അടക്കി. അവൾ മുറി അടിച്ചു വാരാൻ തുടങ്ങി. അയാൾ അവളെ തന്നെ നോക്കി നിന്നു. കൈവിട്ട് കളയാൻ മനസ്സ് വരുന്നില്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ സന്തോഷിനെ ഒന്ന് വിളിച്ചു നോക്കാം. അവൻ ഇന്ന് ചെല്ലാൻ പറഞ്ഞാൽ പോണം, അല്ലെങ്കിൽ നാളെ. പ്രസന്ന അത് കേട്ടതായി നടിച്ചില്ല. ജയമോഹൻ മൊബൈലുമായി അടുത്ത മുറിയിലേക്ക് ചെന്നു. അയാൾ ഡോക്ടർ സന്തോഷിൻ്റെ നമ്പർ എടുത്ത് വിളിച്ചു. ഡോക്ടർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാവരുതേ എന്ന് അയാൾ പ്രാർത്ഥിച്ചു. ആ നേരത്ത് ആര് വിളിച്ചാലും ഫോൺ എടുക്കുകയില്ല. പക്ഷേ ഡോക്ടർ സന്തോഷ് പെട്ടെന്ന് ലൈനിൽ വന്നു. സന്തോഷേ, ഇന്ന് ഞാൻ അവളെ വിടട്ടെ? വേണ്ടടാ, ഞാൻ ലീവിലാണ്. ലീവോ? എത്ര ദിവസം? നിന്നെ വിളിച്ച് അറിയിക്കാൻ പറ്റിയില്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴി എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഭാഗ്യത്തിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ വലത് കൈയുടെ കുഴയൊന്ന് തെറ്റി. 2 ആഴ്ചത്തേക്ക് റെസ്റ്റ് വേണം. 2 ആഴ്ചത്തേക്കോ? ഞെട്ടലോടെ ജയമോഹൻ ചോദിച്ചു. അതെ, ഞാനിപ്പോൾ വീട്ടിലാണ്. 2 ആഴ്ച കഴിഞ്ഞേ ഹോസ്പിറ്റലിൽ ചാർജ് എടുക്കൂ. കൈ അനക്കാൻ പോലും പാടില്ല. പക്ഷേ സന്തോഷ്, ഓ ആ പെണ്ണിൻ്റെ കാര്യം, തിരക്കിനിടയിൽ ഞാനത് മറന്നു. ഞാൻ വന്നിട്ട് മതിയടാ, നീ പേടിക്കണ്ട. 2 ആഴ്ച കഴിഞ്ഞല്ലേ നീ വരൂ. 5 ദിവസം കഴിഞ്ഞാൽ എൻ്റെ മാരേജാണ്. എന്താ, അവൾ വല്ല പ്രോബ്ലവും ഉണ്ടാക്കുമോ? ഇല്ല, പക്ഷേ റിസ്ക് എടുക്കാൻ വയ്യ. സംഭവം ലീക്കായാൽ അത് വലിയ പ്രശ്നമുണ്ടാക്കും. ഒരു തവണ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചയെ ഞാൻ. എനിക്ക് ഓർമ്മയുണ്ട്. നിനക്ക് ഈ വേലിച്ചാട്ടം നിർത്താറായില്ലേ ജയ? നിന്നെ ഞാൻ ഉപദേശിക്കുകയൊന്നുമല്ല. നിലാവുണ്ടെന്ന് വിചാരിച്ച് വെളുക്കുവോളം കക്കരുത്. തൽക്കാലം രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? നീ വേറെ ഏതെങ്കിലും ഡോക്ടറെ സജസ്റ്റ് ചെയ്യ്, ജയമോഹൻ അഭ്യർത്ഥിച്ചു. ഇവിടെങ്ങും ആരുമില്ലടാ എനിക്ക് വിശ്വസിച്ച് പറഞ്ഞു വിടാവുന്ന. നിനക്ക് നാഗർകോവിൽ വരെ പോകാമോ? അവിടെ എൻ്റെ ഫ്രണ്ട് ജസ്റ്റിനുണ്ട്. ഞാൻ അവനെ വിളിച്ച് പറയാം. എന്താ, നാഗർകോവിലോ? അത് ദൂരെയല്ലേ. ഇന്ന് പോയാൽ നാളെയല്ലേ വരാൻ പറ്റൂ? അത് ശരിയാവത്തില്ല. ഈ സമയത്ത് ഒരു ദിവസം പോലും എനിക്ക് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റത്തില്ല. എന്നാൽ നീ ഒരു 2 ആഴ്ച കൂടി വെയിറ്റ് ചെയ്യ്. പിന്നെ ഒരു കാര്യം, എനിക്ക് നിന്റെ മാരേജിൽ വരാൻ പറ്റുമോ എന്നറിയില്ല. എന്നാലും എൻ്റെ ആശംസകൾ. ഡോക്ടർ സന്തോഷ് കോൾ കട്ട് ചെയ്തു. ജയമോഹൻ സ്തബ്ധനായി നിന്നു. കാര്യങ്ങളുടെ പോക്ക് ശരിയല്ല. നിസ്സാരമല്ലാത്ത ഒരു അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന് അയാൾ മണത്തു. അയാൾ പെട്ടെന്ന് പ്രസന്നയുടെ അടുത്തേക്ക് ചെന്നു. അവൾ താഴേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. നില്ല്. അവൾ പെട്ടെന്ന് നിന്നു. സന്തോഷ് 2 ആഴ്ച ലീവിലാ. അത് കഴിഞ്ഞേ നടക്കൂ. ഉള്ളിൽ വിടർന്ന സന്തോഷം ചുണ്ടുകളിലേക്ക് എത്താതിരിക്കാൻ അവൾ ശ്രമിച്ചു. നീ വളരെ സൂക്ഷിക്കണം. ഒരു കുഞ്ഞു പോലും ഒന്നും അറിയരുത്. ഇടയ്ക്കൊക്കെ മനം പുരട്ടി വരുന്നുണ്ട്, അവൾ പറഞ്ഞു. അയാൾ ഒന്ന് ഞെട്ടി. നീ കുറച്ച് ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്കുന്നോ? തന്നെ എന്നേക്കുമായി ഒഴിവാക്കാനുള്ള ശ്രമമാണ്
അതെന്ന് അവൾക്ക് മനസ്സിലായി. സാർ പേടിക്കണ്ട. ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ ഞാൻ സാറിൻ്റെ പേര് പറയത്തില്ല. പിന്നെ വേറെ ആരെങ്കിലും ആണെന്ന് പറഞ്ഞോളാം. വേറെ ആര്? പ്രസന്ന ഒന്ന് ആലോചിച്ചു നിന്നു. സതീശൻ ചേട്ടനാണെന്ന് പറഞ്ഞോളാം. ആരാ ഈ സതീശൻ? ജയമോഹൻ ചോദിച്ചു. അമ്മയുടെ മൂത്ത ആങ്ങളയുടെ മോനാ. അവൻ പറയത്തില്ലേ അവൻ്റേതല്ലെന്ന്? ഞാൻ പറഞ്ഞാൽ കേൾക്കും. എന്നെ വലിയ ഇഷ്ടമാ. കല്യാണം കഴിച്ചു തരാമോ എന്ന് കുറേ നാൾ മുമ്പ് അമ്മയോട് ചോദിച്ചായിരുന്നു. ജയമോഹൻ്റെ മനസ്സിലൊരു തണുപ്പ് വീണു. കയറി പിടിക്കാൻ ഒരു കച്ചിത്തുരുമ്പ്. സതീശൻ എന്താണ് പണി? ഓട്ടോ ഓടിക്കുക. അവൾ പറഞ്ഞു. സ്വന്തമാണോ? അല്ല, കൂലിക്ക. പിടിവള്ളി ഒന്ന് ബലപ്പെടുത്താൻ പറ്റുമെന്ന് അയാൾക്കും പെട്ടെന്ന് തോന്നി. എന്നാൽ ഇന്ന് തന്നെ നീ അവനോട് സംസാരിക്ക്. നീ ഗർഭിണിയാണെന്നൊന്നും പറയണ്ട. തൽക്കാലം അവൻ ഇതറിയണ്ട. അവന് ഞാനൊരു പുതിയ ഓട്ടോ മേടിച്ചു കൊടുക്കാം. എന്താ? അവൾ തല കുലുക്കി. എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്തണം. പറ്റിയ അടുത്ത ആഴ്ച തന്നെ. എന്താ? സതീശൻ ചേട്ടനോട് ഞാൻ പറയാം. അവനെ നീ എങ്ങനെ കാണും? വീട്ടിൽ ചെന്നാലേ പറ്റൂ. പക്ഷേ ഓട്ടത്തിന് പോയ രാത്രിയാകും വീട്ടിൽ വരാൻ. എവിടാ അവൻ്റെ വീട്? റെയിൽവേ പാലത്തിനടുത്താ. എവിടാ അവൻ്റെ ഓട്ടോ സ്റ്റാൻഡ്? കോടതി ജംഗ്ഷനിലാ. ജയമോഹൻ ഒന്ന് മൂളി. ഞാൻ താഴോട്ട് പോട്ടെ, അമ്മ വിളിക്കും, അവൾ പറഞ്ഞു. സതീശൻ ഇങ്ങോട്ട് വന്നാൽ നിനക്ക് ആരും കേൾക്കാതെ സംസാരിക്കാമോ? അയാൾ ചോദിച്ചു. എന്നാൽ പൊയ്ക്കോ. അവൾ പോയി. അന്ന് കോളേജിൽ ചെന്ന് കഴിഞ്ഞ് അയാൾ അറ്റൻഡർ ശശാങ്കനെ വിളിച്ചു. കല്യാണമായിട്ട് ഇന്നും സാർ വന്നു? ശശാങ്കൻ അത്ഭുതപ്പെട്ടു. കല്യാണം അടുത്ത ഞായറാഴ്ചയല്ലേ? ഇന്ന് ബുധനായതേ ഉള്ളൂ. ഒരു ജോലി ഏൽപ്പിക്കാൻ വേണ്ടിയാ ഞാൻ നിന്നെ വിളിപ്പിച്ചേ, ജയമോഹൻ പറഞ്ഞു. എന്തവാ സാറേ? ഇപ്പോൾ തന്നെ താൻ കോടതി ജംഗ്ഷൻ വരെ പോണം. അവിടെ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് സതീശൻ എന്ന ഡ്രൈവറെ കാണണം. അവൻ അത്യാവശ്യമായിട്ട് വീട്ടിലേക്കൊന്ന് ചെല്ലാൻ പറയണം. ആർക്ക് പോകാനാ സാറേ? ആർക്കും എങ്ങോട്ടും പോകാനല്ല. ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരി പ്രസന്നയുടെ ബന്ധുവാവൻ. അവൾക്ക് എന്തോ അത്യാവശ്യ കാര്യം പറയാനാ. അത് ശരി. അവൻ ഓട്ടം പോയേക്കുവാണെങ്കിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. കണ്ടിട്ടേ പോരാവൂ. അത്രയേ ഉള്ളൂ സാറേ. കല്യാണത്തിൻ്റെ തലേന്ന് ചില ഫ്രണ്ട്സ് വരും. അവരെ സൽക്കരിക്കാൻ നമുക്ക് കുറേ സാധനം വേണം. നേരത്തെ മേടിച്ചു വെക്കുന്നതാണ് നല്ലത്. എത്ര കുപ്പി വേണം സാറേ? എന്തായാലും താനിപ്പോൾ പോയിട്ട് വാ. നാളെ മേടിച്ചാലും മതി. ശശാങ്കൻ പോയി. ഉച്ചയായപ്പോഴാണ് അയാൾ തിരിച്ചു വന്നത്. കണ്ടോ അവനെ? കണ്ടു സാറേ. അപ്പോൾ തന്നെ അവൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. എന്നിട്ടും ജയമോഹന് സമാധാനം കിട്ടിയില്ല. സതീശൻ്റെ മറുപടി എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം. അയാൾ അന്ന് പതിവിലെ നേരത്തെ കോളേജിൽ നിന്നിറങ്ങി. വീട്ടിൽ ചെന്നപ്പോൾ ഭാഗ്യത്തിന് അമ്മ അടുക്കളയിലില്ല. പ്രസന്ന തനിച്ചായിരുന്നു. അവൻ വന്നോ? അയാൾ ചോദിച്ചു. സാർ ആളിനെ വിട്ട് പറയിച്ചായിരുന്നോ? പിന്നല്ലാതെ. അവനോട് നീ സംസാരിച്ചോ? സതീശൻ ചേട്ടന് സമ്മതമാ. ഇപ്പം മലയ്ക്ക് പോകാൻ മാലയിട്ടേക്കുവാ. മറ്റന്നാൾ പോകും. അത് കഴിഞ്ഞു വന്ന് അമ്മയോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അവന് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. അത് നന്നായി. പ്രസന്ന ഉള്ളിലൊന്ന് ചിരിച്ചു. നാളെ വിവാഹം. മഞ്ജരിയുടെ വീടിൻ്റെ മുറ്റത്ത് ഭംഗിയുള്ള ഷാമിയാന ഉയർന്നിരുന്നു. വീടിൻ്റെ മേൽക്കൂരയിലും മുന്നിലുള്ള ചെടികളിലും ചെറുവൃക്ഷങ്ങളിലും മാല പോലെ പല നിറത്തിലുള്ള ചെറിയ ബൾബുകൾ പ്രകാശിക്കുന്നു. രാവിലെ മുതൽ അതിഥികൾ വന്നു തുടങ്ങി. രാജലക്ഷ്മിയും രാധാകൃഷ്ണനും വിലാസിനിയും അവരെ ഉപചാരപൂർവ്വം സ്വീകരിച്ചു, സൽക്കരിച്ചു. സഹായത്തിന് രാജലക്ഷ്മിയുടെയും രാധാകൃഷ്ണൻ്റെയും ബന്ധുക്കൾ ഉണ്ടായിരുന്നു. വീട്ടിൽ ഉത്സവഛായ. നർമ്മ സംഭാഷണങ്ങൾ, പൊട്ടിച്ചിരികൾ, അഭിനന്ദനങ്ങൾ, ആശീർവാദങ്ങൾ. വീഡിയോ ക്യാമറകൾ എല്ലാം ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം മാത്രം സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ വധുവിനെ ബ്യൂട്ടീഷ്യൻ ഒരു രാജകുമാരിയെപ്പോലെ ഒരുക്കിയിരുന്നു. വന്ന അതിഥികളോടൊപ്പം സന്തോഷം പങ്കുവച്ചെങ്കിലും മഞ്ജരിയുടെ മനസ്സ് നിർവികാരമായിരുന്നു. ഏതോ ഒരു നാടകത്തിൽ വേഷം കെട്ടി അഭിനയിക്കുന്നു. നേരത്തെ എഴുതി വെച്ചത് പ്രകാരം സംസാരിക്കുന്നു, ചിരിക്കുന്നു, ചലിക്കുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ ദീപ്തിയും വിജയശേഖരനും വിജയകുമാരിയും അമ്മൂമ്മ കാർത്തിയായനിയും കൂടി വന്നു. രാജലക്ഷ്മിയും രാധാകൃഷ്ണനും ഒട്ടും അപ്രിയം കാണിക്കാതെയാണ് അവരെ സ്വീകരിച്ചത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായില്ലേ രാധാകൃഷ്ണ? വിജയമോഹൻ ലോഹ്യം ചോദിച്ചു. എല്ലാം റെഡിയാണ്. ഇനി മുഹൂർത്തം എത്തിയാൽ മാത്രം മതി. മോളെവിടെ? അകത്തുണ്ട്, വിളിക്കാം. മഞ്ജരി വന്നു. ദീപ്തി കൊണ്ടുവന്ന സമ്മാനപ്പൊതി അവളെ ഏൽപ്പിച്ചു. നീ പഴയതിലും ഒരുപാട് സുന്ദരിയായിട്ടുണ്ട്, ദീപ്തി അവളുടെ കാതിൽ മന്ത്രിച്ചു. താങ്ക്സ്. ജയമോഹൻ സാർ ഭാഗ്യവാനാ. നിന്നെ സാറിന് കിട്ടിയല്ലോ. നീയും ഭാഗ്യവതിയാ.
ഒരു സംശയവുമില്ല. പക്ഷേ എന്നേക്കാൾ ഭാഗ്യവതിയല്ലേ നീ? പുഞ്ചിരിക്കാൻ മഞ്ജരി ശ്രമിച്ചു. ഏയ്, എല്ലാം കൊണ്ടും നല്ല ബന്ധം നിനക്കാ കിട്ടിയിരിക്കുന്നെ, ദീപ്തി പറഞ്ഞു. എന്നാൽ പിന്നെ നിനക്ക് ജയമോഹൻ സാറിനെ കല്യാണം കഴിക്കാമായിരുന്നില്ലേ? ദീപ്തിയുടെ മുഖം ഒന്ന് വിളറി. അത് പിന്നെ സാറിന് നിന്നെയായിരുന്നല്ലോ കൂടുതൽ ഇഷ്ടം. ബാലുവേട്ടനും എന്നെയായിരുന്നു കൂടുതൽ ഇഷ്ടം. ദീപ്തിയുടെ മുഖം പെട്ടെന്ന് ഇരുണ്ടു. അവളെ ഒന്ന് നോവിക്കാൻ കഴിഞ്ഞതിൽ മഞ്ജരിക്ക് തൃപ്തി തോന്നി. നാളെ ഞങ്ങൾ കല്യാണ മണ്ഡപത്തിൽ വരാം, അവിടെ വെച്ച് കാണാം. അവൾ അച്ഛനും അമ്മയും ഒത്ത് യാത്ര പറഞ്ഞു പോയി. അതിഥികൾ ധാരാളമായി വന്നുകൊണ്ടിരുന്നു. സന്ധ്യയായപ്പോഴാണ് കോളേജിൽ നിന്ന് ദിവ്യ ടീച്ചറും അർച്ചന ടീച്ചറും ഷീബ ടീച്ചറും വന്നത്. കൂടെ സുഭാഷ് സാറും ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ സമ്മാനം. വലിയൊരു ഗിഫ്റ്റ് പാക്കറ്റ് അവർ മഞ്ജരിയെ ഏൽപ്പിച്ചു. എല്ലാവരും നാളെ കല്യാണത്തിന് വരില്ലേ? അവൾ ചോദിച്ചു. കൊള്ളാം, നല്ല ചോദ്യം. ഞങ്ങൾ വരാതിരിക്കുമോ? എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം വളരെ വിദഗ്ധമായി രണ്ടുപേരും ഒളിപ്പിച്ചു വെച്ചല്ലോ. അത്ഭുതം തന്നെ, ഷീബ ടീച്ചർ പറഞ്ഞു. ആര് തമ്മിലുള്ള ഇഷ്ടം? മഞ്ജരിക്ക് മനസ്സിലായില്ല. താനും ജയമോഹൻ സാറും. അതുകൊണ്ടല്ലേ എക്സാം അവസാനിപ്പിച്ചപ്പോൾ തന്നെ മാരേജ്? അയ്യോ അല്ല ടീച്ചറെ, ഇത് അറേഞ്ച്ഡ് മാരേജാ. പക്ഷേ ഇടനിലക്കാരിയായി ദീപ്തി നിന്നു എന്നുള്ളത് സത്യമാ, മഞ്ജരി പറഞ്ഞു. ദീപ്തിക്ക് എന്താ ഇതിൽ താല്പര്യം? ദിവ്യ ടീച്ചർ ചോദിച്ചു. അവൾക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാ. എല്ലാവരും ചിരിച്ചു. ഞങ്ങൾ ഇറങ്ങുകയാ മഞ്ജരി. എല്ലാ ആശംസകളും. നാളെ കല്യാണത്തിന് കാണാം. ഇനി ജയമോഹൻ സാറിൻ്റെ വീട്ടിലും ഒന്ന് പോകണം, സുഭാഷ് സാർ പറഞ്ഞു. താങ്ക് യു സർ. ടീച്ചർമാരും സുഭാഷ് സാറും അവിടെ നിന്നിറങ്ങി നേരെ ജയമോഹൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ വീടിന് മുന്നിലെ റോഡ് വക്കിൽ ധാരാളം കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട് വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്നു. അതിഥികൾ വന്നു പോകുന്നു. സൽക്കാരം നടക്കുന്നു. എല്ലാവരും ഉണ്ടല്ലോ. വരൂ സുഭാഷേ. ടീച്ചർമാരെ കണ്ട് ജയമോഹൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. മുണ്ടും ഷർട്ടുമായിരുന്നു വേഷം. നവവരൻ്റെ പ്രസന്നതയും പ്രസരിപ്പും അയാൾക്കുണ്ടായിരുന്നു. പന്തലിൽ ഇരുത്താതെ അകത്തെ മുറിയിലേക്ക് അയാൾ സഹപ്രവർത്തകരെ കൊണ്ടുപോയി ഇരുത്തി. 1 മിനിറ്റ്, ഞാനിപ്പം വരാം. സുഭാഷ് പെട്ടെന്ന് എഴുന്നേറ്റു. എന്താ സുഭാഷ്? ജയമോഹൻ ചോദിച്ചു. ഒരു സാധനം എടുക്കാൻ മറന്നു. ദിവ്യയ്ക്കും അർച്ചനയ്ക്കും കാര്യം മനസ്സിലായി. ജയമോഹൻ സാറിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് കാറിൽ നിന്നെടുക്കാൻ മറന്നു. മഞ്ജരിയെ കണ്ടിട്ടാ ഞങ്ങൾ വരുന്നത്, ഷീബ പറഞ്ഞു. എന്തു പറഞ്ഞു അവൾ? അയാൾ ചോദിച്ചു. സന്തോഷമായിരിക്കുന്നു, ദിവ്യ പറഞ്ഞു. നല്ല സുന്ദരിയായിട്ടുണ്ട് പെണ്ണ്, അർച്ചനയാണത് പറഞ്ഞത്. ജയമോഹൻ ചിരിച്ചു. ഗിഫ്റ്റ് പാക്കറ്റുമായി സുഭാഷ് വന്നു. അയാൾ അത് ജയമോഹന് നൽകി. ഇത് ഞങ്ങളുടെ വക വിവാഹ സമ്മാനം. താങ്ക് യു. അയാളത് മാറ്റിവെച്ചു. യൂണിഫോം ധരിച്ച സപ്ലയർ അവർക്ക് ചായയും പലഹാരങ്ങളും വിളമ്പി. മുകളിൽ വേറൊരു പാർട്ടിയുണ്ട്. താൻ വരുന്നോ? സുഭാഷിനോട് ജയമോഹൻ രഹസ്യമായി ചോദിച്ചു. മദ്യസൽക്കാരമാണെന്ന് സുഭാഷിന് പെട്ടെന്ന് പിടികിട്ടി. ഞാനാണ് സാറേ ഡ്രൈവ് ചെയ്യുന്നത്. പെണ്ണുങ്ങളെ 3 പേരെയും സുരക്ഷിതമായി വീടുകളിൽ കൊണ്ടു ചെന്നാക്കണം. അയാൾ ഒഴിഞ്ഞു. എന്നാൽ അവരെ കൊണ്ടു ചെന്ന് വിട്ടിട്ട് വാ. നോക്കട്ടെ. സൽക്കാരം സ്വീകരിച്ച് ആശംസകൾ നേർന്ന് അവർ പോയി. അതിനുശേഷമാണ് പ്രൊഫസർ സുമിത്രയും ഭർത്താവ് ബാലകൃഷ്ണ മേനോനും വന്നത്. 2 പേരെയും ജയമോഹൻ സ്വീകരിച്ചിരുത്തി. ഈ നേരത്ത് ഒരു പഴയ ഓട്ടോറിക്ഷ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകളുടെ പിന്നിലെ അറ്റത്ത് വന്നു നിന്നു. അതിൽ നിന്ന് കറുത്ത് തടിച്ച ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി. അത് പ്രസന്നയുടെ അമ്മാവൻ്റെ മകൻ സതീശനായിരുന്നു. അയാൾ മെല്ലെ നടന്ന് വീട്ടിലേക്ക് വന്നു. പന്തലിലും വീടിനുള്ളിലും ധാരാളം അതിഥികൾ ഉണ്ടായിരുന്നു. അയാൾ അല്പനേരം ആലോചിച്ചു നിന്നു. ഒടുവിൽ യൂണിഫോം ധരിച്ച ഒരു സപ്ലയറെ സതീശൻ സമീപിച്ചു. ഒരു സതീശൻ ഗേറ്റിനടുത്ത് നിൽപ്പുണ്ട്. കല്യാണ ചെറുക്കനോടൊന്ന് വരാൻ പറയാമോ? അത്യാവശ്യമാണ്. സപ്ലയർ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോയി. കുറേ നേരം കാത്തു നിന്നിട്ടും ജയമോഹൻ വന്നില്ല. അടുക്കള വാതിലിനടുത്തേക്ക് പോയാലോ എന്ന് സതീശൻ ചിന്തിച്ചപ്പോൾ ജയമോഹൻ ഗേറ്റിനടുത്തേക്ക് വന്നു. അയാൾ കണ്ണുകൾ കൊണ്ട് ആരെയോ തിരഞ്ഞു. സാറേ, ഞാനാ സതീശൻ. കയ്യിൽ മൊബൈലുമായി അയാൾ ചെന്നു. അടുത്തേക്ക് വന്ന അയാളെ ജയമോഹൻ തുറച്ചു നോക്കി. നീ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഈർഷ്യ പുറത്ത് കാണിക്കാതെ അയാൾ ചോദിച്ചു. മലയ്ക്ക് പോയിട്ട് ഇന്നാ വന്നത്. വന്നപ്പോൾ തന്നെ സാറിനെ കണ്ട ബാക്കി കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാക്കാമെന്ന് വിചാരിച്ചു. നാളെയല്ലേ കല്യാണം? അത് കഴിഞ്ഞാൽ പിന്നെ സാർ തിരക്കിലാകത്തില്ലേ? പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. സതീശൻ സംസാരിക്കുമ്പോൾ മദ്യത്തിൻ്റെ ഗന്ധം വരുന്നുണ്ടായിരുന്നു. എന്തിനാ വന്നത്? നീ കാര്യം പറ.
ജയമോഹൻ അക്ഷമനായി. പ്രസന്നയെ ഞാൻ കല്യാണം കഴിച്ചോളാം. പക്ഷേ നക്കാപ്പിച്ച കാശ് തന്ന് അവളെ പറഞ്ഞു വിടാമെന്നൊന്നും വിചാരിക്കേണ്ട. പിന്നെ 10 ലക്ഷം രൂപ തരണം. ജയമോഹൻ ഒന്ന് ഞെട്ടി. 10 ലക്ഷമോ? അതെ, അതിലൊട്ടും കുറയാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ കിട്ടണം. ക്യാഷ് കയ്യിൽ കാണത്തില്ലെന്നറിയാം. എൻ്റെ പേരിൽ ചെക്ക് എഴുതി തന്നാൽ മതി. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. മിണ്ടാനാവാതെ ജയമോഹൻ നിന്നു. പറ്റത്തില്ലെങ്കിൽ വേണ്ട. നാളെ കല്യാണ മണ്ഡപത്തിൽ മുഹൂർത്ത സമയത്ത് ഞാനൊരു വരവ് വരും പ്രസന്നയും കൊണ്ട്. ജയമോഹൻ നിന്ന് ഉരുകി. അടുത്ത ഭാഗം നാളെ.